മണ്ണാണ് ശിവൻ. മണ്ണ് പ്ലസ് ജലം സമം മഹാദേവനായി അർദ്ധനാരീശ്വരനായി. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് ചേരുമ്പോൾ അത് പരമശിവനാണ്. പരമാണുവിൻ്റെ ഏറ്റവും വലിയ ഭീമനായിരിക്കുന്ന അവസ്ഥ, ഭീമന്റെ പേര്, അതാണ് പ്രപഞ്ചം, ഈ ഭൂമി. അതായത് വ്യോമകേശം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ആ മേഘത്തെ മുടിയായി ജടയായി ധരിച്ചിരിക്കുന്നതാണ് പരമശിവൻ. അതായത് മേഘത്തെ ജടയായി മുടിയായി ധരിച്ചിരിക്കുന്നത് എന്തോ അത്. വ്യോമകേശത്തെ മുടിയായി ധരിച്ചിരിക്കുന്നത് എന്താണ്? ഇത് ഭൂമിയാണ്. ആ ഭൂമിയാണ് പരമശിവൻ. ചന്ദ്രനാഥനാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. ആ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നത്, ചന്ദ്രനാഥനായിരിക്കുന്നത് എന്തോ അത് ഈ ശിവനാണ്, അത് ഈ ഭൂമിയാണ്. ശൈവനിലയമായിരിക്കുന്ന ഭൂമിയാണ്. ഗംഗാധരൻ. ഗംഗ എന്ന് പറഞ്ഞാൽ ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ, മേഘത്തിൽ നിന്നും ഗമിക്കുമ്പോഴാണ് ഗംഗ. ഗംഗാ സ്നാനം എന്ന് പറഞ്ഞാൽ മഴയിൽ കുളിക്കുക എന്നാണ്. അപ്പോൾ ആ മഴവെള്ളത്തെയാണ് ഗംഗ എന്ന് പറയും. ഗംഗ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മഴ പ്രത്യക്ഷപ്പെട്ടു. ഗംഗാ സ്നാനം എന്ന് പറഞ്ഞാൽ മഴയിൽ കുളിക്കാന്നാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മഴയിൽ കുളിച്ചാൽ നമ്മൾ മരിക്കും ഉറപ്പാണ്. കാരണം അത്രയും അന്തരീക്ഷം നമ്മൾ തന്നെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഗംഗയെ ധരിക്കുന്നത്, അതായത് വ്യോമകേശത്തിൽ നിന്ന് ഗമിക്കുമ്പോൾ ഗംഗ, ആ ഗംഗയെ ധരിക്കുന്നത് ആരാണ്? ഈ ഭൂമിയാണ്. ആ ഭൂമിയാണ് ജീവനെ ആഭരണമായി, അടയാളമായി ധരിച്ചിരിക്കുന്നത്. അതായത് ജീവന്റെ പ്രതിനിധിയാണ് നാഗം. ആ നാഗത്തെ ജീവനെ അടയാളമായി, ആഭരണമായി ധരിച്ചിരിക്കുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ അടയാളവും ആഭരണവും എല്ലാം ഈ ജീവനാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങളാണ് ഇപ്പോൾ വസിക്കുന്നവർ. വാസുകിയാണ് കാഴ്ച കിടക്കുന്നത്. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നവർ. ഇങ്ങനെ ഈ നാഗം എന്ന് പറയുന്നത് നമ്മളുടെ ചരിക്കുന്ന സർവ്വജീവലോകത്തെയാണ് നാഗം എന്ന് പറയുന്നത്. നാഗലോകം, നാഗരികത എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ നാഗത്തെ ജീവനെ ആഭരണമായി, അടയാളമായി ധരിച്ചിരിക്കുന്നത് ഈ ഭൂമിയാണ്. അത് ശിവനാണ്. അർദ്ധനാരീശ്വരനാണ്. 7 കടലും 7 കരയും ചേർന്ന അർദ്ധനാരീശ്വരനാണ് ഈ ഭൂമി. പകുതി ശ്രീഭാവമാണ്, നാരമാണ്, പകുതി മണ്ണാണ്, പുരുഷഭാവമാണ്. പുരുഷമായിരിക്കുന്ന ഭൂതം മണ്ണാണ്. ആ മണ്ണ് 6 പാക്കാണ് ശിവൻ. കണ്ടാൽ ഫോട്ടോ കണ്ടാൽ അറിയാം. പഞ്ചഭൂതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം, ഈ 5 ഭൂതങ്ങൾ ചേർന്നതാണ് ശിവൻ. ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകിലിരിക്കുന്ന തൃശൂലം ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് സൃഷ്ടിസ്ഥിതി സംഹാരകാരണമായിരിക്കുന്ന ത്രിശക്തി ശൂലമാണ്. അതിനാണ് ധൗരവിനെ ബന്ധിച്ചിരിക്കുന്നത്. ശബ്ദത്തെ ജനിപ്പിക്കുന്ന ധൗരവിനെ ബന്ധിച്ചിരിക്കുന്ന ആ തൃശൂലധാരിയായിരിക്കുന്ന ഈ ഭൂമിയാണ് ശിവൻ. അർദ്ധനാരീശ്വരനാണ്. സദാ ആനന്ദ നടനമാടുന്ന ഭാവത്തിലാണ്. പരബ്രഹ്മമായിരിക്കുന്ന സൂര്യന് ചുറ്റും സദാ ആനന്ദ നടനമാടുന്ന ഭാവത്തിലുള്ള നടരാജനാണ് ഋഷഭവാഹനനാണ്. അവിടെയാണ് ആയുർവേദം കേൾപ്പിക്കുന്നത്. ആ ജീവന്റെ രഥമായിരിക്കുന്ന, ജീവന്റെ രാജധാനിയായിരിക്കുന്ന, ജീവന്റെ ബീജഗോളമായിരിക്കുന്ന, അണ്ടധാരനായിരിക്കുന്ന, മഹാലിംഗനായിരിക്കുന്ന ഈ ശിവൻ എന്നുവെച്ചാൽ പ്രോട്ടോണിന് മാത്രമാണ് ലിംഗഭേദത്തെ കൽപ്പിക്കാനുള്ള ശേഷിയുള്ളൂ. ആ പ്രോട്ടോണ് അടയാളത്തെ, ലിംഗത്തെ, അടയാളത്തെ രേഖപ്പെടുത്തുവാനുള്ള ശേഷി പ്രോട്ടോണിന് മാത്രമേ ഉള്ളൂ. ആ പ്രോട്ടോണായിരിക്കുന്ന, ആ ലിംഗധാരനായിരിക്കുന്ന ആ ശിവൻ സഞ്ചരിക്കുന്നത്, ബീജധാരനായിരിക്കുന്ന ആ ശിവൻ സഞ്ചരിക്കുന്നത്, ബേസായിരിക്കുന്ന ഭൂതം ജീവൻ ഋഷഭമാണ്. ഏതൊരു ബീജത്തെ ഭൂമിയിൽ നിന്ന് നടത്തി മാറ്റിയാൽ ബാക്കി സർവ്വ ജീവലോകവും അപ്രത്യക്ഷമാകുമോ അങ്ങനെ ഒരു ബീജമുണ്ടെങ്കിൽ അത് ഋഷഭത്തിൻ്റെതാണ്. ആ ഋഷഭവാഹനനാണ് ജീവരഥമായിരിക്കുന്ന ഈ ശിവൻ. ആ ഋഷഭം പോയാൽ ശിവൻ ശവമായി. ആ ഋഷഭത്തിൻ്റെ ബീജത്തെ വഹിക്കുന്ന ജീവനെ ജനിപ്പിക്കുന്ന മാതാവാണ് ഗോമാതാക്കൾ, ഗോക്കൾ. അപ്പോൾ ഈ ഭൂമിയെ റീചാർജ് ചെയ്യാനായിട്ട്, റിഫ്രഷ് ചെയ്യാനായിട്ട് വൃക്ഷങ്ങൾക്കും ഗോക്കൾക്കും മാത്രമേ പറ്റൂ. കാരണം രജോഗുണകാരികളായിട്ടുള്ള ജന്തുലോകത്തിന് സത്വഗുണത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ശേഷി ഗോക്കൾക്ക് മാത്രമേ. മേയുന്നത് ഗോക്കൾ, ഓടുന്നത് കാട്. അപ്പം ആ ഋഷഭം ഓടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കറങ്ങിക്കൊണ്ടാണ് ഓടുന്നത് ഋഷഭം. അപ്പോൾ ആ ഋഷഭവാഹനനായിരിക്കുന്ന ഈ ഭൂമിയാണ് ശിവൻ. ശിവന്റെ ഏതാണ്ട് 500ഓളം നാമങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വേദം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് നാമം എടുത്താൽ അത് ഭൂമിയാണ്.
അപ്പം നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന മഹാദേഹത്തിന് കാരണമായിരിക്കുന്ന ഈ ദശത്തിന് കാരണമായിരിക്കുന്ന ആ ദശ ആ ശിവൻ്റേതാണ് ഈ ഭൂമിയാണ്.